ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളിലെ ആദ്യ ഭാഗമായിട്ടുള്ള മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വെക്റ്റർ, അതിലൊരു പ്രോബ്ലമാണ് നമ്മൾ നോക്കുന്നത്. എയും ബിയും തന്നിട്ടുണ്ട്. എ മൈനസ് ബി കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ റിസൾട്ടൻറ്റിനെ സി എന്ന് പേര് പറയുന്നു. എ എന്ന് പറയുന്നത് 30 പ്ലസ് ജെ 52, ബി എന്ന് പറയുന്നത് -39.5 മൈനസ് ജെ 14.36 റിയൽ ടേമുകളായ 30ഉം -39.5 തമ്മിൽ മൈനസ് ചെയ്യുന്ന പറഞ്ഞാൽ രണ്ടും കൂടെ പ്ലസ് ചെയ്യുകയാണ് ചെയ്യുക. കാരണം മൈനസും മൈനസും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ, ഈ മൈനസും മൈനസും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ 30 പ്ലസ് 39.5 എന്ന് പറഞ്ഞാൽ 69.5 ആയി. ജെ 52 മൈനസ് വീണ്ടും ഒരു മൈനസ് ഓഫ് ജെ 14.36 ആണ്. അതും പ്ലസ് ആയിട്ട് മാറും. 52 പ്ലസ് 14.36 കൂട്ടിയാൽ 66.36 ജെ അവിടെ വെക്കുകയും ചെയ്യണം. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ, സിയുടെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ റൂട്ട് ഓഫ് 69.5 പ്ലസ് 66.36 സ്ക്വയർ, അങ്ങനെ ചെയ്താൽ ആൻസർ 96 യൂണിറ്റ് ആണ് വരിക. സ്ലോപ്പ് കാണാൻ ടാൻ ഇൻവേഴ്സ് ഓഫ് 66.36 ഡിവൈഡ് ബൈ 69.5 ടാൻ ഇൻവേഴ്സ് കാൽക്കുലേറ്ററിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 43.6 ഡിഗ്രിയാണ് കിട്ടുക. അതായത് കാൽക്കുലേറ്റർ ഉപയോഗിക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് നെക്കിയിട്ട് ഷിഫ്റ്റും ടാനും കൂടി നെക്കിയാലാണ് ടാൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് കാൽക്കുലേറ്ററിൽ തെളിഞ്ഞു കാണുക. അതിനുശേഷം അപ്പോൾ കാൽക്കുലേറ്ററിൽ ടാൻ ഇൻവേഴ്സ് എന്ന് തെളിഞ്ഞു വരും. 0.953 കാൽക്കുലേറ്ററിൽ അടിച്ചാൽ 43.6 ഡിഗ്രി കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. സി എന്ന് പറയുന്നത് പോളാർ ഫോമിൽ എഴുതുമ്പോൾ 96 മാഗ്നിറ്റ്യൂഡ്, ആംഗിളിന് വേണ്ടി ഈ ചിഹ്നം 46.6 ഡിഗ്രി കാണുകയാണ് ചെയ്യുന്നത്. ഇനി ഇതേ സാധനം തന്നെ ബി മൈനസ് സി ആണ് ചെയ്യുന്നതെങ്കിൽ ആൻസർ എന്താ വരിക നോക്കാം. അപ്പോൾ -39.5 മൈനസ് 30 അപ്പോൾ -69.5 മൈനസ് 14.36 മൈനസും പ്ലസും തമ്മിൽ ഗുണിച്ചാൽ -60 കൂട്ടിയാൽ, അതായത് 14.36 52 കൂടി കൂട്ടിയാൽ 66.36 ആണ് കിട്ടും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടി റൂട്ട് ഓഫ് 65.5 66.36 കൂട്ടിയാൽ നേരത്തെ കിട്ടിയ 96 തന്നെയാണ് കിട്ടുക. ഇനി സ്ലോപ്പ് കാണുന്ന സമയത്ത് ടാൻ ഇൻവേഴ്സ് മൈനസ് രണ്ട് മൈനസും ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ നേരത്തെ കിട്ടിയ ഡിഗ്രി തന്നെയാണ് നമുക്ക് കിട്ടുക. പക്ഷേ വെക്റ്റർ ഞാൻ ആദ്യം കാണിച്ച മീൻസ് ബോത്ത് കോമ്പണൻസ് ആർ നെഗറ്റീവ് ആണ് ഇവിടെ. അതായത് റിയൽ ടേമും -69.5 -66.36 ആണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ വെക്റ്ററായിട്ട് വരയ്ക്കുകയാണെങ്കിൽ 4 ക്വാഡ്രൻറ്റുകൾ ഉണ്ടാവും. ചിലർക്കൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടാവും ക്വാഡ്രൻ്റ് എന്താണെന്നുള്ളത്. ഈ ക്വാഡ്രൻ്റ് അല്ല എന്നറിയില്ല എങ്കിൽ
നമുക്ക് ആ ക്വാഡ്രൻ്റ് ഒന്ന് നോക്കിക്കളയാം. അതിനു വേണ്ടി ഇങ്ങനെ വരച്ചാൽ ഇതിൻ്റെ ഈ സൈഡ് ഇതുണ്ടോ, ഈ കാണുന്ന ഭാഗമാണ് ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് സെക്കൻഡ് ക്വാഡ്രൻ്റ് എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് തേർഡ് ക്വാഡ്രൻ്റ് എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് ഫോർത്ത് ക്വാഡ്രൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ ടേംസും പോസിറ്റീവായിരിക്കും. പോസിറ്റീവ് ക്വാണ്ടിറ്റികളെയാണ് സാധാരണ നമ്മൾ ഇവിടെ, ഈ ആക്സിസ് പോസിറ്റീവാണ്, ഈ ആക്സിസും ഇവിടുന്ന് മുകളിലോട്ട് പോകുന്ന ഈ ലൈൻ്റെ മുകളിലോട്ട് പോകുന്ന ആക്സിസും പോസിറ്റീവാണ്. ഇത് രണ്ടും പോസിറ്റീവാണ്. പക്ഷേ ഈ ആക്സിസിന് നെഗറ്റീവാണ്. നമ്മൾ പറഞ്ഞ ഈ ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞാൽ ഇതും നെഗറ്റീവാണ്, ഈ താഴത്തേക്കുള്ള ഈ സാധനവും നെഗറ്റീവാണ്. ഒന്ന് മുകളിലോട്ട് പോസിറ്റീവ് എടുത്താൽ താഴോട്ട് നെഗറ്റീവ് എടുക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഈ സാധനം നെഗറ്റീവാണ്. രണ്ടും നെഗറ്റീവ് ആവുന്ന സമയത്ത്, രണ്ടും നെഗറ്റീവായാൽ സ്വാഭാവികമായും ഈ ആംഗിളാണ് വരിക, ഇവിടെയാണ് ആംഗിളുകൾ വരിക. അപ്പോൾ ഒരു വ്യത്യാസമുള്ളത്, നമുക്ക് 43.6 ഡിഗ്രി കിട്ടിയാൽ, പോസിറ്റീവായിട്ട് കിട്ടിയാൽ അത് ഇവിടെയാണ് ഉണ്ടാവുക. പക്ഷെ രണ്ട് വാല്യൂം നെഗറ്റീവ് ആവുമ്പോൾ ആ വാല്യൂ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെയും നെഗറ്റീവാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 180 പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 എടുക്കാനുള്ള കാരണം 43 എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് യഥാർത്ഥത്തിൽ ആ സാധനം വെക്റ്റർ ആവുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് 180 പ്ലസ് 43.6 223.6 എന്ന വാല്യൂ എഴുതാനായിട്ട് കാരണം. അപ്പോൾ സി എന്ന് പറയുന്ന പോളാർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ 96 മൈനസ് 223.6 എന്ന് വരും. തൊട്ട് മുമ്പത്തെ കേസിൽ അത് 43.6 ആണെങ്കിൽ എ മൈനസ് ബിയും ബി മൈനസ് എയും തമ്മിലുള്ള വ്യത്യാസം അതാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. Okay, thank you for watching this video.